മഹാനായ സ്വഹാബി വര്യൻ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഇബ്നു മാജ ഉദ്ധരിക്കുകയാണ്. ഒരിക്കൽ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു തആല അൻഹും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ് ഹാദൽ അൽഹ മാ ഹുവ, അല്ലയോ അള്ളാഹുവിന്റെ തിരുദൂതരെ, ഈ ഉദ്ഹിയ കർമ്മത്തിന്റെ കാര്യം എന്താണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി നൽകിയത് ഇങ്ങനെയാണ്: സുന്നത്തു അബീക്കും ഇബ്രാഹിം അലൈഹിസ്സലാം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യയാണ് ഉദ്ഹിയ കർമ്മം. വീണ്ടും സഹാബത്ത് ചോദിച്ചു, മാലന മിൻഹു, ആ ഉദ്ഹിയ കർമ്മം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടമാണ് നബിയെ ഉള്ളത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസന, ഓരോ രോമത്തിന് പകരവും ഓരോ നന്മയുണ്ട്. അതേ സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തിരുചര്യയാണ് ഉദ്ഹിയ കർമ്മം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വാർദ്ധക്യ സഹജമായ സാഹചര്യത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പൊന്നുമകനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകുകയും സ്വപ്നത്തിലൂടെ ആ മകനെ ബലിയർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ആ തീരുമാനത്തെ അക്ഷരാർത്ഥത്തിൽ പാലിക്കുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്നദ്ധനായി മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെ നൽകുകയും ആ ആടിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബലിയർപ്പിക്കുകയും ചെയ്ത സംഭവം സുപ്രസിദ്ധമാണ്. അതിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് വിശ്വാസി സമൂഹം ബലിപെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ ഉദ്ഹിയ കർമ്മം നിർവഹിക്കുകയാണ്. നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ മാതൃകയും പിൻപറ്റിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി ഉദ്ഹിയ കർമ്മം നിർവഹിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.